ചരിത്ര പ്രാധാന്യമുള്ള ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമാക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ അയ്യപ്പ ഭഗവാന്റെ കടാക്ഷമാണെന്നാണ് എൻ്റെ വിശ്വാസം. ലോകം എന്നും സ്മരിക്കപ്പെടുന്ന ചരിത്ര മുഹൂർത്തത്തിൽ പങ്കാളിയാകുക എന്നതാണ് ഒരു നിയോഗം മാത്രമാണ്. ശബരിമല എന്ന ദേവസങ്കേതത്തെ ലോകജനതയുടെ ആശ്രയ കേന്ദ്രമാക്കി മാറ്റാൻ മുൻകൈയെടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് അവരുടെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. ജാതി, മത, വർഗ, വർണ്ണ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏകോദര സഹോദരരായി ഏവർക്കും ദർശന പുണ്യത്തിനായി എത്താവുന്ന ക്ഷേത്ര സങ്കേതമാണ് ശബരിമല. വിശ്വാസികൾക്ക് ഏത് ജാതിയിലോ മതത്തിലോ പെട്ടവരാണെങ്കിലും ശബരിമലയിൽ ദർശനത്തിന് എത്താമെന്നതാണ് ശബരിമലയെ എന്നും വ്യത്യസ്തമാക്കുന്നത്. ഭാരത സംസ്കാരം മുറുകെ പിടിച്ചുകൊണ്ട് എക്കാലത്തും മലയാളക്കരയുടെ മതേതരത്വത്തിന്റെ പ്രതീകമായി തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ദേവസ്ഥാനമാണ് ശബരിമല എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. എന്നും എക്കാലത്തും ലോകത്തിനു മുന്നിൽ മതേതരത്വം വിളിച്ചോതുന്ന ശബരിമലയിൽ ആലേഖനം ചെയ്തിട്ടുള്ള മഹത് വചനമാണ് തത്വമസി. ഞാനും നീയും ഒന്നാണെന്ന് അരുളിയ ആ ഭഗവാൻ ശ്രീ അയ്യപ്പസ്വാമി എന്നും ഭാരതത്തിന്റെ സംസ്കാരമാണെന്നാണ് പൊതുസമൂഹത്തെ പഠിപ്പിക്കുന്നത്. പ്രാചീനകാലം മുതലേ കേരളത്തിലെ മതമൈത്രിക്കുള്ള ഉത്തമ ഉദാഹരണമാണ് ഭഗവാൻ ശ്രീ അയ്യപ്പസ്വാമിയും ബാബർസ്വാമിയും തമ്മിലുള്ള ആത്മബന്ധം. ബാബർസ്വാമി ഒരു മുസ്ലിം സിദ്ധനും അയ്യപ്പസ്വാമിയുടെ വിശ്വസ്തമിത്രവുമായിരുന്നു എന്നാണ് ചരിത്രം പുസ്തകത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഇതിനെല്ലാം തെളിവായിട്ടാണ് ശബരിമലയിലെ ബാബർസ്വാമിയുടെ പ്രതിഷ്ഠ വളരെ പ്രാചീനകാലം മുതൽ തന്നെ ഉള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ശബരിമല യാത്രാ സ്മാരകമായി അയ്യപ്പന്റെ നാമത്തിൽ ക്ഷേത്രം പ്രതിഷ്ഠിച്ചപ്പോൾ ബാബർസ്വാമിയും അയ്യപ്പസ്വാമിയുള്ള ബന്ധം അംഗീകരിച്ച് ബാബർസ്വാമിക്ക് ഒരു ആരാധനാലയം എരുമേലിയിൽ പ്രാചീനകാലത്ത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാരതത്തിന്റെ സംസ്കാരവും മതമൈത്രിയുടെയും പ്രതീകമായിട്ട് വേണം നമ്മൾ കരുതേണ്ടത്. ശബരിമല തീർത്ഥാടന യാത്രക്കാർ അയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ ബാബർസ്വാമിയെയും വിളിച്ചാണ് ശരണം വിളിക്കുന്നത്. എരുമേലിയിലെയും ശബരിമലയിലെയും ബാബർസ്വാമിക്ക് വിവിധ തരത്തിലുള്ള നേർച്ചകൾ കൊടുക്കുന്നതും ഇതൊക്കെ ചരിത്രമാണ്. ഇതെല്ലാം സ്മരിക്കപ്പെടുന്ന മഹത്തായ ഒരു വേദിയാണ് ഈ അയ്യപ്പ സംഗമം. ശബരിമലയിൽ കേരള സർക്കാർ വിളിച്ചു ചേർത്ത ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശബരിമല പൂങ്കാവനം ഭക്തർക്കുള്ളതാണ്, മറിച്ച് നിരീശ്വരവാദികൾക്കുള്ളതല്ലെന്ന് വ്യക്തമാക്കുകയാണ് അയ്യപ്പ സംഗമത്തിലൂടെ ആദരണീയനായ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹം നേതൃത്വം കൊടുത്ത സർക്കാർ. ലോകത്തിന് മാതൃകയായി ശബരിമല ക്ഷേത്രവും പരിസരവും എന്നും പൂങ്കാവനമായി കാത്തു സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം. ശബരിമലയുടെ ഇതുവരെയുള്ള വളർച്ചയെ വിലയിരുത്തി കൊണ്ട് ഭാവി വികസന പദ്ധതികൾക്ക് രൂപം നൽകാൻ ആഗോള അയ്യപ്പ സംഗമത്തിന് നല്ല ചർച്ചകൾ ഉരുത്തിരിയേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. പുതുപദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടത് യുവതലമുറകളെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലാകണം ഭാവി കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകേണ്ടതെന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനും ഈ വേദിയിൽ വന്ന് അയ്യപ്പസ്വാമിയെ ബാബർസ്വാമിയെയും സ്മരിക്കാൻ അവസരമൊരുക്കി തന്ന ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന സഹോദര തുല്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർക്കും എന്റെ പ്രിയമിത്രം ദേവസ്വം മന്ത്രി വാസവൻ അവർക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് അവർക്കും മറ്റ് ജനപ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എത്തിയ പ്രതിനിധികൾക്കൊപ്പം മുഴുവൻ അയ്യപ്പ ഭക്തർക്കും അയ്യപ്പസ്വാമിയുടെ നാമധേയത്തിൽ ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.